ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഭയങ്കര ഈ ഒരു വർഷത്തെ ആദ്യത്തെ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. തങ്കമണിയിൽ അഭിനയിക്കാൻ സാധിച്ചു, നിങ്ങളെല്ലാ പേരോട് ഒന്നിച്ചിരുന്ന് കാണാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമാണ്. സൂപ്പർ തിരിച്ചുവരവാ, ഒരു രക്ഷയില്ല. പൈസ കൊടുത്ത ഡമ്മസിങ് ഒരു രക്ഷയില്ല. തിരിച്ചുവരവെന്ന് വെച്ചാൽ അടിപൊളി തിരിച്ചുവരവാണ്. ഞാനൊരു ബിഗ് സ്ക്രീനിൽ വന്നെന്നുള്ളൊരു ഉപരി ഈ സിനിമ കണ്ട ഒരു ഞെട്ടലാണ് ഞാൻ. അതായത് 86 നടന്ന യഥാർത്ഥ സംഭവം അതാണ്. ശരിക്കും നമ്മൾ ഈ സിനിമ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാനൊരു ഭാഗമായത് ഞാൻ അഭിമാനിക്കുന്നു. നമ്മളെ ജനപ്രിയ നായകന് നല്ലൊരു തിരിച്ചുവരവാണ്, യാതൊരു സംശയമില്ല. ഇമോഷൻ സീൻസ് ഒക്കെ ദിലീപേട്ടൻ പൊളിയാക്കിയിട്ടുണ്ട്, യാതൊരു സംശയം. പൊളിച്ചെടുക്കാം. അടിപൊളി മൂവി. കാരണം ദിലീപേട്ട ഒരു ബാക്ക് തിരിച്ച് വരവാണ്, അത് അടിപൊളി. ഇത്ര നാളും ഇങ്ങനൊരു സംഭവം നടന്നൊരു കാര്യം സങ്കടം ഉണ്ടാവും ശരിക്കും. നല്ല അടിപൊളി സിനിമ, സൂപ്പർ സിനിമ. ദിലീപേട്ടന്റെ അതിഗംഭീര പ്രകടനം, ഗംഭീര സിനിമ, സൂപ്പർ സിനിമ. ദിലീപേട്ടന്റെ അതിഗംഭീര പ്രകടനം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ഫാമിലി നായകൻ എന്നുള്ളതിനപ്പുറം ഒരു ആക്ഷൻ നായകൻ എന്നുള്ള നിലയ്ക്ക് ദിലീപേട്ട മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാം എടുത്ത് പറയേണ്ടത് സോങ്സ് അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധ ആകർഷിച്ച സോങ് ഉണ്ട്, പെണ്ണിന്റെ പേരുള്ള തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ്. അത് തിയേറ്റർ കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തിയത് ആ സോങ് ആണെന്ന് പറയാം. അത് കറക്റ്റ് തിയേറ്ററിൽ തന്നെ വന്നിട്ട് കേൾക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അതിപ്പോ എന്നെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു തലമുറയിലുള്ളവർക്ക് കേട്ടറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം കണ്ടറിയാനുള്ള ഒരു അവസരം കൂടിയാണ് തങ്കമണി. സോ അതെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. തങ്കമണി സംഭവത്തെ കൂടുതലായിട്ടും പഠിച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അത് മൊത്തത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മൊത്തത്തിൽ പഠിച്ചെങ്കിലും ഞാൻ മുമ്പ് ഉള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നത് തങ്കമണി സംഭവത്തിന്റെ കോർ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ നാട് അനുഭവിച്ച ട്രോമ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തങ്കമണി സംഭവത്തിന് ഒരുപാട് എക്സ്റ്റൻഡഡ് വെർഷൻസ് ഉള്ള ഒരു സംഭവമാണ്. ആ സംഭവം നടന്നതിന് ശേഷം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട ഒരുപാട് പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ, ഇലക്ഷൻ ടൂൾസ് ആയിട്ട് മാറിയ ഒരു സംഗതി അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് ആ സംഗതിയുടെ കോർ മാത്രം ഒരു ഫാമിലി ഡ്രാമയാക്കി ആ സംഗതിയുടെ കോർ മാത്രം ആ നാടും നാട്ടുകാരും അനുഭവിച്ച ട്രോമയും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആളുകൾക്ക് വർക്കായെന്ന് കേൾക്കുന്ന സന്തോഷം. ഡയറക്ടറും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ നമുക്ക് കാണിച്ചു തന്നു. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ ഐ വി ശശിയുടെ പടമൊക്കെ കാണുന്നു. അതിന്റെ ഒരു പ്രതീതി വന്ന് നമുക്ക് ഈ പടം നടന്നൊരു സംഭവം, കേരളത്തിൽ നടന്നൊരു സംഭവം, ഇങ്ങനെ ഒരു സ്ഥലം, ആ ജനങ്ങൾ അന്ന് ബുദ്ധിമുട്ടിയ യാതനകളും വേദനകളും ഈ സിനിമയിലൂടെ നമുക്ക് ഡയറക്ടർ കാണിച്ചു തന്നു. പിന്നെ ഇതിലെ അഭിനേതാക്കൾ, പ്രത്യേകിച്ച് ദിലീപേട്ടൻ ഒരുപാട് എഫക്ട് ചെയ്ത് എനിക്കൊന്ന് അഭിനയിച്ച പടമുണ്ട്. എൻ്റെ ഓരോ കഥാപാത്രങ്ങളും അതിമനോഹരമായിട്ടുണ്ട്. എൻ്റെ ആർട്ട് എല്ലാം ആ കാലഘട്ടത്തിൽ സംഭവം കംപ്ലീറ്റ് കളഞ്ഞു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാം, സോങ്സും ബീജും ഒക്കെ കൊള്ളാം. നമ്മളിപ്പോഴാണ് ഈ ഇൻസിഡന്റ് അറിയണത്. അതുകൊണ്ട് നമ്മളുടെ പിക്ചർ തങ്കമണി വേറെ, ഇത് നമ്മളിപ്പോ അറിയുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണത്. നമ്മള് പടം വേഷം ചെയ്തതാണ്. അതെ 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 അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ദിലീപേട്ടനും ഡയറക്ടർ രതീഷ് സുന്ദരായാലും നമ്മളെ അത്രയും കംഫർട്ട് സോണിൽ നിർത്തിയാണ് ചെയ്യിച്ചത് എല്ലാം. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഓക്കെ, അത് മതി. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു പബ്ലിസിറ്റി അങ്ങനെ കൊടുത്താൽ മതി. എന്തായാലും കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിവ്യൂ ഉണ്ടാവില്ലേ, സ്വാഭാവികമായിട്ട് അത് കൊടുത്താൽ മതി. നമുക്ക് അതാണ് ആഗ്രഹം. അതാ ഞാൻ പറഞ്ഞത്, പുള്ളി നമ്മളൊരു പുതിയ ആളെന്നുള്ള രീതിയിൽ പോലല്ല കണ്ടിട്ടുള്ളത്. അത്രയും നമ്മളെ ചേർത്ത് നിർത്തി ഓരോ കാര്യത്തിനും കൂടെ നിന്ന് എല്ലാ അദ്ദേഹത്തിന്റെയും കൂടെ സഹായം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുള്ളത് ദിലീപേട്ടന്റെയും കൂടെ സഹായമാണ്. നിങ്ങളല്ലേ പറയട്ടെ, ഞാനിങ്ങനെ പറയുവേ. അടിപൊളിയായിരുന്നു. കാരണം ദിലീപേട്ടന്റെ കൂടെ ബാക്കി ഇത്തിരി ആർട്ടിസ്റ്റിന്റെ കൂടെ അവിടെ ആ ഒരു നൈറ്റ് ആയിരുന്നു ഫുൾ ഫൈറ്റ്. അതെ 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 അതെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടാണ്. ആദ്യം താങ്ക്സ് പറയേണ്ട രാജശേഖർ മാസ്റ്റർ ആയിരുന്നു, പിന്നെ രതീഷ് ഏട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ദിലീപ് ഏട്ടനാണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെയാണ് അറിയില്ല, ഒപ്പത്തിരിക്കുന്ന സീനിയറിനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. പക്ഷെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ട് കാണാനും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ടെൻഷനൊക്കെ മാറ്റുന്നതിന് ദിലീപേട്ടനായിരുന്നു, നമ്മുടെ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെല്ലാം. സോ ഭയങ്കര സന്തോഷം. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അടിപൊളിയായിരുന്നു. അത് പിന്നെ നമ്മൾ ആദ്യമേ കേട്ട് അത് എത്ര കേട്ടാലും മതി വരുന്നില്ലല്ലോ. താങ്ക് യു.
ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഇപ്പൊ ഈ കഥ? ഒരു തലമുറ അനുഭവിച്ച വേദനയില്ലേ? ഒരു തലമുറ പോലും അനുഭവിച്ച വേദനയാണ്. ഒരു നാട്ടുകാർ മുഴുവൻ അനുഭവിച്ച വേദനയില്ലേ? ഒരു തലമുറ മാത്രമല്ല, ഒരു ഭരണകൂടത്തും അട്ടിമറിച്ച ഒരു ഇത് പിന്നെ കൂടിയാണ്. അതിന്റെ ചെറിയ കഥകൾ, അതിന്റെ പുറകിലുള്ള ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എന്താണ് സാമൂഹിക മുതലെടുപ്പും കാര്യങ്ങളും. ഓക്കെ